കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയല്ലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ആദർശന് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ധ്രുവൻ അങ്ങനെ ആദർശ തലയൊക്കെ അടിച്ച് പൊട്ടിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ധ്രുവനോടൊപ്പം ഒരു കൂട്ടാളി കൂടി ഉണ്ട്. ഗൗരീനെ, ശങ്കറിനെ, ആരതിനെ എല്ലാരെയും ചതിക്കാനായിട്ട്. അപ്പൊ അത് ആരാന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. അങ്ങനെ അവസാനം വന്ന് ഇനിയിപ്പോ വേണി രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് രഞ്ജുവിന്റെ അടുത്തേക്ക് വരുവാ. അവിടെ വന്ന് കഴിഞ്ഞപ്പോ കുറച്ച് സംഭവവാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ധ്രുവനെ കണ്ട് പേടിച്ചണ്ടിരിക്കുന്ന രഞ്ജുവിനോട് വേണി ആദർശം ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ. പക്ഷെ അവനെ കണ്ടെന്നൊക്കെ പറയുന്നുള്ളൂ. തന്റെ പഴയ കാമുകനെ കണ്ടു. അവൻ ഇപ്പോഴും പ്രേതമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട്, എനിക്ക് നല്ല പേടിയാ, ഇവന് ഈ മുറിക്കകത്തുണ്ടെന്നൊക്കെ പറയാം. ഇങ്ങനെ ഈ പിച്ചും പേയും കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ആദർശ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അകത്ത് വന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ പറയണ. ഈ സമയം രഞ്ജുവിനെ അങ്ങ് വിറക്കി വരുന്നു. രഞ്ജു പറഞ്ഞു, ആദർശേട്ടാ സൂക്ഷിച്ചു പോണം, എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. പ്രേതമാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ ഉപദ്രവിച്ചാലോ, ചിലപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകാനായിട്ടായിരിക്കും അവൻ വന്നിരിക്കുന്നേ. ഞാനിവിടെ ജീവിക്കുന്നതായിട്ട് അവൻ സഹിക്കുന്നില്ലാന്ന് തോന്നേ. അവൻ പ്രേതമായിട്ട് വന്ന് എന്നെ ഉപദ്രവിക്കാൻ നോക്കുന്ന ഒരു പക്ഷെ ആദർശേണ്ണനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേണ്ണനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് രഞ്ജു പറയുകയും ചെയ്തു. ഈ സമയത്ത് വേണു വെറുതെ പൊട്ടത്തരൊന്നും പറയില്ല. നിനക്ക് പ്രാന്ത് കാണാൻ നീ ഇങ്ങനെയൊക്കെ പറയണേ. ഒരു പ്രേതവും ഇല്ല, ഒന്നുമില്ല, അവിടെ അടങ്ങിയിരിക്കോ, പേടിക്കാനെന്താ കാര്യമൊന്നുമില്ല. ആദർശയുടെ നോക്കിയിട്ട് വരട്ടെ എന്ന് പറയണം. ആദർശ് മുറികളിൽ കൂടെ ഒക്കെ നോക്കാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഒരു തയ്യാറെടുപ്പ് നടത്തണം ധ്രുവന്. ആദർശ് അങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ആദർശിനെ നേരിടണം. അല്ല, തന്നെ കണ്ടിട്ടുണ്ടെ പ്രശ്നവും. താൻ മരിച്ചിട്ടില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമാകും. അതൊരു കാരണവശാലും കാണാൻ പാടില്ല. അങ്ങനെ ആദർശ് മുറികളിൽ കൂടെ ഒക്കെ കയറി നോക്കുവാണ്. പക്ഷെ ഒരിടത്തും കണ്ടില്ല. അവസാനം ധ്രുവൻ ഇരിക്കുന്ന മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ അസ്വാഭാവികമായിട്ടൊന്നും കണ്ടില്ല. പെട്ടെന്ന് ആദർശം ഇങ്ങോട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് തലയ്ക്കിട്ടൊരു അടി കേൾക്കുന്നത്. പുറകിൽ നിന്നുള്ള അടി ആയതുകൊണ്ട് ആദർശന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റില്ല. ആ അടിയിൽ തന്നെ ആദർശം നിലവിളിച്ചോണ്ട് താഴേക്ക് അങ്ങോട്ട് വീഴുവാണ്. ഈ നിലവിളി ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, വേണിയും രഞ്ജും കൂടെ അങ്ങോട്ട് ഓടിച്ചെല്ലുവാണ്. ഓടിച്ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച തല പൊത്തിപ്പിടിച്ച് താഴേക്ക് ബോധം കെട്ട് വീഴുന്ന ആദർശിനെയാണ് കണ്ടത്. ഈ കാഴ്ച കണ്ടപ്പോ തന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം ധ്രുവൻ അവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവര് കിടന്ന് അലറി നിലവിളിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ആദർശിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. വേണിയാണ് വല്ലാതെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. കൂടെ രഞ്ജു ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് നേരെ ICUയിലേക്ക് കൊണ്ട് കയറ്റുവാണ്. കാരണം ആദർശിന് ബോധം വീണിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. അപ്പൊ ധ്രുവനൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ധ്രുവനോട് ശ്യാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദർശനായിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ സമയം തന്നെ ഏറ്റവും നല്ല സമയമെന്ന്. അങ്ങനെ പുറത്തിറങ്ങി വന്ന് ധ്രുവൻ ഷാനിനോട് പറഞ്ഞു, അതെ അവനിട്ടൊരു പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഷാം പറഞ്ഞു, എനിക്ക് മനസ്സിലായി, അവനെ കൊണ്ട് ഇപ്പൊ പോന്ന് കണ്ടെന്ന് പറയണം. അവന്റെ ജീവൻ ഇനിയിപ്പൊ തിരികെ കിട്ടുമെന്ന് അറിയത്തില്ല. നല്ലൊരു അടി തന്നെയാ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാന്ന് ആയി തിരില്ലെന്ന് പറയണം. ഇനിയിപ്പൊ എന്ത് സംഭവിച്ചാലും എന്നെ ആരും സംശയിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞ ആളാണല്ലോ ധ്രുവന്. അപ്പം മരിച്ച ഒരാൾ വന്ന് ഒരിക്കലും ആദർശനെ കൊല്ലില്ല. അതുകൊണ്ട് ആരും എന്നെ സംശയിക്കത്തില്ല എന്ന് പറയാണ്. അവൻ മരിച്ചു പോയാൽ മതിയായിരുന്നു. അവൻ മരിക്കാൻ തക്കത ഒരടി അവനിട്ട് ഞാൻ കൊടുത്തേക്കണമെന്ന് പറയാണ്. ഹോസ്പിറ്റലിലേക്ക് വന്ന് വേണി ആകപ്പാടെ തകർന്നിരിക്കുവാണ്. അപ്പൊ ഡോക്ടർ വന്നിട്ട് ഡോക്ടറോട് വേണ്ടി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ് പരിശോധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഡോക്ടർ പറഞ്ഞ് പറയാറായിട്ടില്ല, തലയ്ക്ക് നല്ല മുറിവുണ്ട്, ഇതുവരെയായിട്ട് ആൾക്ക് ബോധം വീണിട്ടില്ല എന്ന് പറയണേ. ക്രിട്ടിക്കൽ സ്റ്റേജാന്ന് പറയാം. ഇത് കേട്ടതും ആകെപ്പാടെ ഞെട്ടിത്തരിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വേണിയിരിക്കുകയാണ്. ആരെ വിളിക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവസാനം ഗൗരീനെ വിളിക്കുവാണ്. വീട്ടിലേക്ക് വിളിച്ചു പറയാനൊരു മടി. അവര് പേടിക്കുമല്ലോ നോർത്ത് ആദ്യം ഗൗരീനെ വിളിച്ചു പറയാൻ ഓർത്തുണ്ട് ഗൗരിയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. ഈ സമയത്ത് ഗൗരി മിഥുനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ഗൗരി മാത്രല്ല, കൂടെ ശങ്കറും ഉണ്ടായിരുന്നു. ആ കണ്ടത് മിഥുനെയാണെങ്കിൽ പക്ഷെ അവൻ ആ പെണ്ണ്, അത് ഏത് പെണ്ണായിരിക്കും അവന്റെ കൂടെയുള്ളത്? ശങ്കർ പറഞ്ഞ്, പേടിക്കണ്ട, അത് മിഥുനാണെങ്കിൽ നമുക്ക് ആരാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. നീ ധൈര്യമായിട്ടിരിക്കുക. ആദ്യത്തെ ചതിക്കാനെങ്കിലും അവന്റെ ഭാവമെങ്കിലും അവനെ വെറുതെ വിടാൻ പാടില്ല ഒരു കാരണവശാലും. അവനെ നമുക്ക് കയ്യോടെ പിടികൂടണമെന്ന് പറയാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേണിയുടെ കോള് വരുന്നത്. നോക്കിക്കഴിഞ്ഞപ്പത്തെ വേണിയാ. വേണിയാണല്ലോ എന്ന് പറയുന്നുണ്ട്. എന്താ പോലും ഈ സമയത്ത് വിളിക്കണേ എന്നോർത്തോണ്ട് കോൾ എടുക്കണം. കോൾ എടുത്ത് കഴിയുമ്പോഴത്തേനും വേണിയുടെ ഒരു കരച്ചിലാ കേട്ടെ. എന്താ മോളെ, എന്താ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയാ. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരണമെന്നാ പറയണത്. ശങ്കർ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കോള് വെച്ച് കഴിഞ്ഞിട്ട് ഗൗരി എന്ത് ചെയ്യണം, ശങ്കറിനോട് പറഞ്ഞു, ശങ്കറെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം, എത്രയും പെട്ടെന്ന്. അവിടെ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, ആദർശാണ് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വേണ്ടി ഭയങ്കര കരച്ചിലാന്നൊക്കെ പറയാണ്. അടിയേറ്റെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാര്യമൊന്നും എന്താണെന്നും വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല.
പെട്ടെന്ന് തന്നെ ശങ്കറിന് അതിനെന്താ പോവാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഗംഗേനെ ഇവിടെ ഇറക്കി വിട്ട് നമുക്ക് പോകാന്ന് പറയാണ്. ഗംഗ പൊക്കോളും, കുഴപ്പമില്ലെന്ന് പറയണം. അങ്ങനെ ഗംഗേനെ അവിടെ ആക്കിയിട്ട് അവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് തിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ വേണി വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. രഞ്ജു ആണെങ്കിൽ ഒന്ന് എന്ത് ചെയ്യണം എന്ത് പറയുന്ന അവസ്ഥയിൽ രഞ്ജു നിൽക്കുന്നത്. അപ്പൊ വേണിക്ക് ഒരു കാര്യം മനസ്സിലായി, അവിടെ ആരോ ഉണ്ടായിരുന്നു. അല്ല പ്രേതം ഒരു കാരണവശാലും വന്നിങ്ങനെ തലക്കടിക്കുവോ. രഞ്ജു വന്നിട്ട് ചോദിച്ചു, എന്താ ഡോക്ടർ പറഞ്ഞ, എന്താ ചോദിച്ചതെന്ന് ചോദിച്ചു വേണിയുടെ അടുത്തേക്ക് വരുവാണ്. ഇത് കേട്ടാൽ വേണിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. വേണി ഇത് കൈ നിർത്തി ഒറ്റ ഒരെണ്ണം അവളുടെ കവിളിത്തം കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, നീ ഒറ്റ ഒരുത്തി കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി, നീയും നിന്റെ ഒരു കാമുകനും എന്റെ ആദർശേട്ടൻ എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ, ഒറ്റ ഓണത്തിന് ഞാൻ വെറുതെ വിട്ടേക്കില്ല, പൊക്കോ, എന്റെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടുപോയേക്കല്ലെന്ന് പറയാണ്. അവള് വിവരങ്ങൾ ചോദിച്ചോണ്ട് വന്നേക്കുന്നത്. അല്ല നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, എന്റെ ആദർശേട്ടൻ മര്യാദയ്ക്ക് വിടുവായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വന്ന് കയറുമായിരുന്നോ, ഒരു കാരണവശമില്ലായിരുന്നു, എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റ കാര്യത്തിൽ കാരണോ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജുവിനോട് ദേഷ്യപ്പെടുവാണ്. അവസാനം രഞ്ജുവിന് മനസ്സിലായി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി പ്രശ്നം വഷളാകത്തുള്ളൂ. രഞ്ജു നേരെ വീട്ടിലേക്ക് പോവാണ്. സമനില തെറ്റിയ അവസ്ഥയല്ല രഞ്ജു വീട്ടിലേക്ക് പോകുന്നത്. അവിടെ ധ്രുവനെ കണ്ടതുമാണ്. അപ്പം ഇനി പ്രേതമാണോ, ഇനിയിപ്പോൾ ധ്രുവൻ ഒറിജിനൽ ആയിട്ടുള്ളതാണെന്നും അറിയത്തില്ല. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു രഞ്ജുവിന്. വേണി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഗൗരി ഓടി വരുന്നത്. ഗൗരി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേണി എന്ത് ചെയ്യുവാണ്, ഓടിച്ചെന്ന് ഗൗരിനെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഗൗരി ചോദിച്ചു എന്താ സംഭവിച്ചേ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഗൗരിയുടെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. വീട്ടിൽ പറഞ്ഞു നിൽക്കില്ല, വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ലെന്ന് ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛനോട് വിളിച്ച് പറയാം, അല്ലെങ്കിൽ ഇനി ആപ്പടെ പ്രശ്നമാവില്ലേ, നിങ്ങൾ ചെല്ലേണ്ട സമയം കഴിയുമ്പോൾ നിങ്ങളെ കാണാതെ കഴിയുമ്പോൾ അവർ അന്വേഷിക്കില്ലേന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇതെങ്ങനെ പറയണം എന്നുള്ളത്. ഞാനാ ആദർശാനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയെന്നൊക്കെ പറയുവാണ്. സാരമില്ല, നീ വിഷമിക്കാതിരിക്കും വേണി. ഗൗരി വേണിനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ നേരെ ഗൗരി എന്ത് ചെയ്യുവാണ്, വീട്ടിലേക്ക് വിളിക്കുവാണ്. വീട്ടിലേക്ക് വിളിച്ചിട്ട് പ്രൊഫസറിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. ഹോസ്പിറ്റലിൽ വരെ പറഞ്ഞെന്ന്. ഇത് കേട്ട് കഴിഞ്ഞാൽ നന്ദിനിയമ്മ പ്രൊഫസറിനോട് അങ്ങോട്ട് ഓടി വരും, ഹോസ്പിറ്റലിലേക്ക് പോരുന്നുണ്ട്. മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല, കാരണം മുത്തശ്ശിക്ക് BP ഷുഗറും ഒക്കെ ഉള്ളതാണ്. പെട്ടെന്ന് ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ തന്നെ ഞങ്ങൾ വരാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. ഈ സമയത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ശങ്കർ അങ്ങോട്ട് വരുന്നേ. ശങ്കർ വന്നപ്പോഴത്തേനും തന്നെ വേണി വല്ലാത്ത സങ്കടത്തിലായിരുന്നു. വേണി ഒരു പകുതി ഒരു അബോധാവസ്ഥയിലാണ് വേണി ഇരിക്കുന്നത്. അപ്പൊ ശങ്കറിനെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേണി എന്തിയാണ് പെട്ടെന്ന് അങ്ങോട്ട് ബോധം കെട്ട് പോവാണ്. വേണിക്ക് അത്ര സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദർശന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേണി ഒരു കാര്യം പറഞ്ഞു ഗൗരിയോട്, ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രമാത്രം വേണിക്ക് ആദർശനെ ഇഷ്ടമാണ്. അപ്പൊ ഈ അവസ്ഥയ്ക്ക് കാരണം താനും കൂടി ആണല്ലോ എന്ന് ഓർത്തിട്ട് വേണിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേണി ആദർശന്റെ കൈകളിലേക്ക് തല ഇറങ്ങി വീഴുക. പെട്ടെന്ന് ഗൗരിക്കും വല്ലാത്തൊരു വെപ്രാളമായിപ്പോയി. ഇനിയിപ്പോൾ ഒന്ന് ആദർശം അകത്ത് കിടക്കുന്നു, പിന്നീട് ഈ വേണിയുടെ അവസ്ഥയെല്ലാം കൂടെ. ഈ സമയത്താണ് അങ്ങോട്ട് പ്രൊഫസറും നന്ദിനിയമ്മയും കൂടെ വരുന്നത്. അവരും വന്ന് കഴിഞ്ഞപ്പോൾ അവരും ഈ കാര്യങ്ങളൊക്കെ അറിയോടെ, അവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് വേണിക്ക് ബോധമെല്ലാം വന്നു. വേണിയുടെ മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് വേണിക്ക് ബോധം വരുവാണ്. വേണിക്ക് ബോധം വന്നിട്ടും വേണി വല്ലാത്ത കരച്ചിലാണ്, വല്ലാത്ത സങ്കടത്തിലാണ് വേണി. നന്ദിനിയമ്മ പ്രൊഫസറൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയില്ല. ആദർശനാണെങ്കിലോ ബോധം വന്നിട്ടുമില്ല. ഡോക്ടർ ഒന്നും വിവരങ്ങളൊന്നും പറഞ്ഞില്ല, ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. 24 മണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടറും പറഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത എല്ലാവരും ഒരു അവസ്ഥയായിരിക്കുമായിരുന്നു. ഈ സമയത്ത് ധ്രുവന്റെ അടുത്തേക്ക് അയാൾ വരുന്നുണ്ട്. ധ്രുവന്റെ അടുത്തേക്ക് അയാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഥുനപ്പോൾ തന്നെ ഇരിക്കണേ. ഒരുപക്ഷെ അത് മിഥുനായിരിക്കില്ല. മിഥുൻ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് ആരതി പറഞ്ഞേ. പകരം മിക്കവാറും നവീനായിരിക്കും. നവീനും മിഥുനും കണ്ടോ ഒരേപോലെ രണ്ടുപേരും ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ശങ്കറിനോടുള്ള പക വീട്ടാനായിട്ട് നവീൻ ധ്രുവനോടൊപ്പം ചേർന്നെന്ന് അറിയത്തില്ല. അവർ രണ്ടും ചേർന്നിട്ടാണോ ഈ വലിയ നാടകങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. ധ്രുവൻ മരിച്ചെന്നൊക്കെ വരുത്തി തീർത്തെന്ന് പറയാൻ പറ്റില്ല. ധ്രുവനോടൊപ്പം ഫുൾ സപ്പോർട്ടായിട്ട് ഒരാളുണ്ട് ധ്രുവൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും സംശയിക്കാത്ത ഒരാള്. അതൊരു പക്ഷെ നവീനായിരിക്കാം. അതാരാന്നറിയത്തില്ല. കാണിച്ചിട്ടുണ്ട് ധ്രുവനെന്ന് അയാൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ടുള്ളത് മിഥുനെപ്പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നാടകം കളിക്കുന്നതെന്നൊക്കെ ഇനി പുറത്തു വരുന്നുള്ളൂ. ഇനിയിപ്പൊ നവീന് ഗൗരിയോടും ശങ്കറിനോടും ദേഷ്യം ഉണ്ടായിട്ടാണോ ആ പക വീട്ടാനാണോ ധ്രുവനോടൊപ്പം ചേർന്ന് ആദർശനെ ഇല്ലാതാക്കാൻ നോക്കിയെന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദർശന് എന്ത് പറ്റിയെന്നൊക്കെ അറിയണ്ടേ. ആദർശ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. വീണ്ടും സങ്കടങ്ങളൊക്കെ മാറും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.